അയ്യോ മുസ്ലിങ്ങൾ ആക്രമിച്ചേ, നോമ്പിന് ഞാൻ ഭക്ഷണം നൽകിക്കൊണ്ട് മുസ്ലിങ്ങൾ എന്റെ കട ആക്രമിച്ചു എന്ന് പ്രചാരണം നടത്തിയ തീവ്ര ഹിന്ദുത്വവാദി അറസ്റ്റിൽ. യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് വേണ്ടിയാണ്. ഇവരെ നന്നാക്കാതെ നമുക്ക് വേറൊരു വഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഒരു രാഷ്ട്രീയമായ പ്രശ്നം മാത്രമല്ല. പലപ്പോഴും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കാത്തൊരു പോയിന്റ് അതാണ്. ഇതൊരു ആത്മീയമായ പ്രശ്നമാണ്. ആ പ്രശ്നമാണ് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള, പല രീതികളിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. എൻ്റെ ലൈഫിന്റെ മിഷൻ ഈ പ്രശ്നം ശരിയാക്കുക എന്നുള്ളതാണ്. അതൊന്നുകൂടെ പറയാം. എന്നാൽ ഈ വാർത്ത ആദ്യം ഒന്ന് കാണാം. മുസ്ലിങ്ങൾ ആക്രമിച്ചു എന്ന് വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വ്യാജ പ്രചരണം നടത്തിയ തീവ്ര ഹിന്ദുത്വവാദി അറസ്റ്റിൽ. നമുക്ക് ആ വാർത്ത കാണാം. ന്യൂസ് മലയാളം അടക്കം എല്ലാ പ്രമുഖ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര്, ഈ മനുഷ്യന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. നോമ്പിന് ഭക്ഷണം നൽകിയതിന് മുസ്ലിങ്ങൾ ആക്രമിച്ചു എന്ന് വ്യാജ പ്രചരണം. കുറ്റിപ്പുറം സ്വദേശി അറസ്റ്റിൽ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് മുസ്ലിങ്ങൾ ആക്രമിച്ചെന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്. 2 ദിവസം മുമ്പത്തെ വാർത്തയാണ്. മലപ്പുറം മതവിദ്വേഷ പ്രചരണം നടത്തിയ കുറ്റിപ്പുറം സ്വദേശി അറസ്റ്റിൽ. ശ്രീജിത്ത് എന്ന 46-കാരനാണ്. ഓർക്കുക, കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനല്ല. 46 വയസ്സുള്ള, ഭാര്യയും കുട്ടിയൊക്കെ കാണുമായിരിക്കും, അറിയില്ല. 46 വയസ്സുള്ള ശ്രീജിത്ത് എന്ന വ്യക്തിയാണ് അറസ്റ്റിലായത്. നോമ്പ് കാലത്ത് ഹോട്ടലിൽ ഭക്ഷണം നൽകിയതിന് മുസ്ലിങ്ങൾ ആക്രമിച്ചെന്നായിരുന്നു വിദ്വേഷ പ്രചാരണം. തിരൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇയാൾ മുസ്ലിങ്ങളെ ആക്രമിച്ചെന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയത്. അറസ്റ്റിലായ ശ്രീജിത്ത് ഹോട്ടൽ ജീവനക്കാരനാണ്. കഴിഞ്ഞ ദിവസം കുടുംബശ്രീയിലെ 3 പേർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു. ഇതിന്റെ പേരിൽ ചില മുസ്ലിങ്ങൾ എത്തി ആക്രമിച്ചുവെന്നും കടയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നൊക്കെയുമായിരുന്നു ശ്രീജിത്തിന്റെ പ്രചരണം. 20,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായി, ഭക്ഷണം കൊടുത്തതിനെ ചോദ്യം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പങ്കുവച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ശ്രീജിത്തിനെതിരെ കേസെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അഡ്വാൻസ് വേർഷനാണ് നമ്മുടെ വെള്ളാപ്പള്ളി നരേശൻ സാർ പറയുന്നത്. ഇതിന്റെ മറ്റൊരു വേർഷനാണ് മലപ്പുറത്ത് നോമ്പിന് ആഹാരം കിട്ടുന്നില്ലെന്ന് നമ്മുടെ കെ സുരേന്ദ്രൻജി പറയുന്നത്. പക്ഷെ വ്യത്യാസം എന്താ അറിയോ? കെ സുരേന്ദ്രൻജിക്കോ വെള്ളാപ്പള്ളി നരേശൻ സാറിനോ തങ്ങൾ പറയുന്നത് സത്യമാണെന്നൊരു അഭിപ്രായമില്ല. അവർ കള്ളം അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ ശ്രീജിത്തിനെ പോലുള്ളവർ ചിലപ്പം പെട്ടുപോകുന്നതാണ്. വ്യാജ പ്രചരണം എന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പെട്ടുപോകുന്നതാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പലപ്പോഴും മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ക്യാച്ച്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും മതേതരവാദികൾക്കും ഒരു വലിയ പരിധിവരെ കോൺഗ്രസ്സുകാർക്കും മനസ്സിലാവുന്നില്ല. അതായത് ഹിന്ദുക്കൾക്ക് സ്വാഭാവികമായൊരു കൂട്ടായ്മയോ യൂണിറ്റിയോ കമ്മ്യൂണിറ്റിയോ ഇല്ല. ഹിന്ദുക്കളെ സംരക്ഷിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പിന്തുണയ്ക്കാനോ അങ്ങനെ ഒരു സമുദായവും മറ്റുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആളെ കൂട്ടാൻ വളഞ്ഞ വഴിയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മുടെ മുസ്ലിം പള്ളിയുടെ താഴെ ശിവലിംഗമാണെന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കുന്നത് ഇവരൊരു ട്രാക്ഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇവരൊരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു ആത്മീയ ശൂന്യതയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ആത്മീയ ശൂന്യത ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ കഴിയൂ. അതിനെക്കുറിച്ച് മറ്റൊരു വാർത്ത നമ്മുടെ 24 കൂടെ കാണാം. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം പലപ്പോഴും ഞാൻ ചെയ്യുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയാണ്, മുസ്ലിം സഹോദരന്മാരെ ചേർത്ത് നിർത്താനാണ് എന്നുള്ളത് സെക്കൻഡറിയാണ്. ഒന്നാമത്തേത്, ഈ ഹിന്ദുത്വവാദികളെ നമുക്ക് നന്നാക്കണം. ഇവരെ നന്നാക്കാൻ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മുടെ നാടിന്റെ മക്കൾ തന്നെയാണ്, തലതിരിഞ്ഞു പോയിന്നേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ മക്കൾ തന്നെയാണ്. മതവിദ്വേഷ പ്രചാരണം നടത്തിയ അവരെ നന്നാക്കണം. ശ്രീജിത്താണ് അറസ്റ്റിലായത്. സ്വന്തമായി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നോമ്പുകാലത്ത് ഹോട്ടൽ തുറന്നതിന് കുറെ പേർ തന്നെ മർദ്ദിച്ചു എന്ന കള്ളനുണ, പച്ചനുണയാണ് വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരൂർ കാരത്തൂർ സ്വദേശിയായ ശ്രീജിത്താണ് ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയ വഴി അടിച്ചിറക്കിയത്. ശ്രീജിത്തിന് ആദവനാട് പഞ്ചായത്തിലെ കാട്ടിലങ്ങാടിയിൽ സ്വന്തമായി ചായക്കടയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ കുടുംബശ്രീയിലെ വനിതാ ജീവനക്കാർ തന്റെ ചായക്കടയിൽ എത്തിയെന്നും അവർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തതിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കൾ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയതുമായാണ് ശ്രീജിത്ത് വ്യാജ പ്രചരണം നടത്തിയത്. മാത്രമല്ല, തന്റെ കട പൂട്ടിച്ചുവെന്നും കട പിന്നീട് തുറക്കാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും ശ്രീജിത്ത് പറയുന്നു. അതോടൊപ്പം കടക്കകത്തുള്ള 20,000 രൂപ വില വരുന്ന സാധനം എടുക്കാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ സമ്മതിച്ചില്ല എന്നും ശ്രീജിത്ത് വ്യാജമായി അടിച്ചിറക്കി. ഇത് പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നട്ടാൽ മുളയ്ക്കാത്ത നുണ ശ്രീജിത്ത് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വഴി അയച്ചത്. മാത്രമല്ല, തന്നെ സഹായിക്കണമെന്നും തന്നെ സഹായിക്കാൻ ആവശ്യമുള്ള ആളുകൾ തന്നെ ബന്ധപ്പെടാൻ വേണ്ടി ഒരു മൊബൈൽ നമ്പർ കൂടി ശ്രീജിത്തിന് നൽകി. ഇത് ശ്രദ്ധയിൽപ്പെട്ട തിരൂർ പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ശ്രീജിത്ത് പറഞ്ഞത് നട്ടാൽ മുളയ്ക്കാത്ത നുണയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് അറസ്റ്റ് ചെയ്ത ശ്രീജിത്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്വന്തം നാടിനെ അപമാനിക്കാൻ ഭാവനയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. ഇത് കേരളമാണ്. എല്ലാ പ്രചാരണവും വ്യാജ പ്രചാരണം തോൽക്കും.
ഒടുക്കം അകത്തായി. ഇത് കേരളമാണ്. അയ്യങ്കാളിയുടെ നാട്, അയ്യപ്പന്റെ നാട്, പള്ളിക്കുടം തുടങ്ങിയ ചവറാച്ചന്റെ നാട്, നങ്ങേലിയുടെ നാട്, കുച്ചുണ്ണിയുടെ നാട്, പറങ്കിയെ വിറപ്പിച്ച കുഞ്ഞാലിയുടെ ചോരമണ്ണാട എന്ന നിവിൻ പോളിയുടെ മലയാളി അന്തം പോലെ ഇത് യഥാർത്ഥത്തിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇതൊരു മാനസിക പ്രശ്നമാണ്. ഇതിന്റെ ലോങ് ടേമിൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച ഉള്ളതുപോലെ, നമ്മൾ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച സത്സംഗം ഉണ്ടാകുക, ഒരുമിച്ച് കൂടുക, സംസാരിക്കുക, പരസ്പരം സഹായിക്കുക. അപ്പോൾ ഈ ശത്രുവിനെ വേണ്ടാതെ വരും. ഈ ശത്രുവിനെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇല്ലാത്ത ലവ് ജിഹാദ്, ലാൻ ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്, ഹലാൽ ജിഹാദ്, തുള്ളിമരുന്ന് ജിഹാദ്, മലപ്പുറം പാകിസ്ഥാനാണോ, ഇത് ഈ പ്രൊപ്പഗാൻഡ എല്ലാം വരുന്നതിന്റെ പിന്നിൽ ഈ ആത്മീയ ശൂന്യതയാണ്. അതിനൊരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അതാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ക്രിസംഗികളും. പക്ഷേ ഇതൊരു ആത്മീയ ശൂന്യത എന്ന് വരുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലേ നമുക്കത് പരിഹരിക്കാൻ പറ്റും.